അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിലെ റിയോ ഗ്രാൻഡെ നദിയിൽ മരണപ്പെട്ട അഭയാർത്ഥികളായ കുഞ്ഞിന്റെയും പിതാവിന്റെയും വേർപാടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. അഭയാർത്ഥികളെ തടയാനുള്ള അമേരിക്കയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിയമ നടപടികൾ ലംഘിച്ച് യാത്ര ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഞായറാഴ്ച ഇരുവരും മുങ്ങിമരിച്ചത്. അഭയാർത്ഥികളോടുള്ള പ്രത്യേക കരുണ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അഭയാർത്ഥികളുടെ ദുരിതം മാറ്റാനായി ലോകരാജ്യങ്ങൾ അവർക്കായി വാതിൽ തുറന്നിടണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പാർപ്പിക്കുന്ന ലാംപെഡൂസ ദ്വീപിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ പാപ്പ സന്ദർശനം. കഴിഞ്ഞ വർഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് പാപ്പ അവർക്കായി ദിവ്യബലി അർപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഈ വർഷവും പാപ്പ അഭയാർത്ഥികൾക്കായി ദിവ്യബലി അർപ്പിക്കും. അഭയാർത്ഥികളുടെ ദൈന്യത പ്രകടമാക്കിക്കൊണ്ട് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിനിടയിൽ മകളെ ചേർത്ത് പിടിച്ച് നദിക്കരയിലടിഞ്ഞ പിതാവിന്റെയും മകളുടെയും അവസ്ഥയിൽ പാപ്പ തീവ്ര ദുഃഖം രേഖപ്പെടുത്തിയതായി വത്തിക്കാൻ അറിയിച്ചു. യുദ്ധത്തിനും പീഡനങ്ങൾക്കും ഇരയായി പലായനം ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. അതേസമയം അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന മെക്സിക്കൻ ഭരണകൂടത്തെ പാപ്പ അഭിനന്ദിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.